ഒരു യുഗാന്ത്യമാണോ ചെപ്പോക്കിന്റെ പടിയിറങ്ങിയത്? ഇന്ത്യൻ ക്രിക്കറ്റിനും ചെന്നൈ സൂപ്പർ കിങ്സിനും സുവർണകാലം മാത്രം സമ്മാനിച്ച മഹേന്ദ്ര സിംഗ് ധോണി തല കരിയറിന്റെ അസ്തമയങ്ങളിലാണെന്നത് കുറെ കാലമായി ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമായിരുന്നിട്ട് കൂടി അതിനെ ഉൾക്കൊള്ളാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ നിമിഷവുമായിട്ടില്ല. ഇന്നലെ SRHനെതിരെ കളിച്ചില്ലെങ്കിലും ധോണി ഈ സീസണിൽ ആദ്യമായി ഡഗ്ഔട്ടിലും ഗ്രൗണ്ടിലും ഇറങ്ങി. കളി കഴിഞ്ഞ് 1 മണിക്കൂറോളം കാണികളെയും താരങ്ങളെയും അഭിവാദ്യം ചെയ്താണ് തല മടങ്ങിയത്. അവസാനമായി ചെപ്പോക്കിലാകും കാണുക എന്ന തൻ്റെ മുൻ വാക്കുകളെ അനർത്ഥമാക്കി. അടുത്ത സീസണിൽ കളിക്കുമോ എന്ന റെയ്നയുടെ ചോദ്യത്തിന് ശരീരം അനുവദിക്കില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. 99% അയാൾ ഒരു സീസൺ കൂടി കളിക്കാനുള്ള സാധ്യത കുറവാണ്. മത്സരത്തിനപ്പുറത്തേക്ക് ക്രിക്കറ്റ് സർക്കിളുകളിൽ നിറഞ്ഞു നിൽക്കാത്ത ധോണിയെ അവസാനമായി നമ്മൾ നിറഞ്ഞു കാണുകയായിരുന്നു. ജാർഖണ്ഡുകാരനായ ആ നീളൻ മുടിക്കാരൻ ചെപ്പോക്കിന്റെ പ്രിയപ്പെട്ടവനായതിനു പിന്നിൽ വലിയ കഥയുണ്ട്. 2008 മുതൽ ഇങ്ങോട്ട് നീണ്ട 19 വർഷം ആ ടീമിന്റെ എല്ലാമായിരുന്നു അയാൾ. വിലക്ക് നേരിട്ട 2 വർഷം IPL വ്യൂവർഷിപ്പിലുണ്ടായ വൻ ഇടിവിൽ BCCIക്കും അത് ബോധ്യമായിരുന്നതാണ്. ഇക്കാലയളവിൽ മറ്റ് ടീമിനായി കളിച്ചെങ്കിലും തല CSK കെമിസ്ട്രിയെ കവച്ചുവെക്കാൻ ഏതിനുമായില്ല. അൺക്യാപ്ഡ് റൂൾ വരെ തിരുത്തി ധോണിയെ BCCI CSKക്കൊപ്പം നിർത്തിയതും അതുകൊണ്ടാണ്. ഒടുവിൽ 44-ാം വയസ്സിൽ അനിവാര്യമായ മടക്കത്തിലേക്ക് അയാൾ അടുക്കുന്നു. പരിക്ക് മാത്രമായിരുന്നില്ല ഈ സീസണിൽ തല കളിക്കാതിരിക്കാൻ കാരണം. തുടക്കത്തിൽ തകർച്ചയ്ക്ക് ശേഷം യങ് സെൻസേഷനുകളുടെ മികവിൽ ടീം കളി പിടിച്ചപ്പോൾ താൻ കാരണം അതിൻ്റെ ബാലൻസ് കളയേണ്ടെന്ന് അയാൾ കരുതി. ക്യാമറയും കാണികളും തന്നിലേക്ക് മാത്രം സൂം ചെയ്യപ്പെടുമെന്ന് കരുതി ഡഗ്ഔട്ട് വിട്ടു. അതെ, അയാൾ അടിമുടി ഒരു ടീമായിരുന്നു. ഒരൊറ്റ ഹെലികോപ്റ്റർ ഷോട്ടിൽ മത്സരത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ, വിക്കറ്റിന് പിന്നിലെ അജയ്യൻ, ഞൊടിയിടയിലെ തീരുമാനം കൊണ്ട് എതിർ ടീമിന്റെ കൈവെള്ളയിലെ കളി റാഞ്ചുന്നവൻ, കൊടുങ്കാറ്റ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ശാന്തപർവ്വതം. ഇന്ത്യക്ക് ഏകദിന കിരീടവും T20 കിരീടവും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ച ഒരു നായകന്റെ ഫ്രാഞ്ചൈസി കിരീടമെണ്ണം എന്നും ഒരു ബോണസ് മാത്രമാണ്. അവിടെയുമുണ്ട് 5 IPL കിരീടവും 2 ചാമ്പ്യൻസ് ലീഗ് കിരീടവും. കിരീടങ്ങളുടെ എണ്ണത്തിനപ്പുറം പലതാണ് ധോണി. തല പോയാൽ മറ്റൊരു തല വരില്ല, അത് തീർച്ച തന്നെ.